വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇതിൻ്റെ പ്രാധാന്യം തന്നെ ബഹുമാനപ്പെട്ട രാജീവ്ജിയും തുഷാർജിയും വന്നല്ലോ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ എടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തീർച്ചയായിട്ടും. സ്ഥാനാർത്ഥികൾ അത്ര ഉണ്ടെന്ന് പ്രശ്നമല്ലല്ലോ, കൂടുതൽ ആൾക്കാർ വരട്ടെ, അതിൽ പ്രശ്നമല്ലല്ലോ. എല്ലാ വിഭാഗങ്ങളും വോട്ടർമാരെയും ലക്ഷ്യമിടുന്നുണ്ട്. എനിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. ജാതി മതങ്ങളുമായിട്ട് അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. എനിക്ക് 36 വർഷത്തെ അഭിഭാഷക വൃത്തിയുടെ പരിചയമുണ്ട്, 47 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. അവർക്കൊന്നും പറയാമല്ലോ, അതിലൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും കാര്യമില്ല. ഞാൻ BJP ആയിട്ട് വരാൻ നോബിൾ മാത്യു ഉണ്ട്, അവർ ഞങ്ങളുടെ പഴയ കേരള കോൺഗ്രസ്സാണ്. ഇനി നിങ്ങളൊരു അത്ഭുതം കാണാൻ പോകുന്നു. കേരള കോൺഗ്രസിന് ധാരാളം പേര് എൻ്റെ ചുവട് പിടിച്ച് വരാൻ നിൽക്കുന്നവർ ഇന്നലെ ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായും BJP എന്ന മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെല്ലാം കടന്നു വരും. എല്ലാം കേരള കോൺഗ്രസ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് ഒരു കേരള കോൺഗ്രസ് ആയപ്പോൾ തുടങ്ങിയതാണ്. പക്ഷേ അവർ നേതാക്കന്മാർ തമ്മിൽ പിരിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലെ രണ്ടാന്തര നേതാക്കന്മാർക്ക് അബദ്ധം പറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. ആരും തള്ളി പറഞ്ഞോട്ടെ, ഇവിടുത്തെ ജനങ്ങൾ തള്ളി പറയില്ല, അതാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പം ഒരു പാർട്ടി വരുന്നതിന് മുമ്പിൽ ഞാൻ മുമ്പിലായതാണ്. ഞാനിപ്പം ആരാ തള്ളി പറഞ്ഞ ആളെ പേരെന്ന് ഞാൻ പറയുന്നത്, പേരുടെ ഞാൻ പറയാം. ഞാൻ KSCയുടെ 3 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുള്ളപ്പം ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനും അതേപോലെ തന്നെ മുൻ മന്ത്രി മോൻസി ജോസഫൊക്കെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് ആ സംസ്ഥാന ഭാരതത്തിൽ കടന്നു വന്നത്. അതിലേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ മാണിസാറും മറ്റാരും ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കേരള കോൺഗ്രസ് ആണെന്ന് അല്ല എന്ന് പറയത്തില്ലായിരുന്നു. മാണിസാറോ ബാലകൃഷ്ണ സാറോ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കേരള കോൺഗ്രസ് അല്ല എന്ന് പറയത്തില്ലായിരുന്നു. അല്ല, നോക്കൂ, ഈ നിലമ്പൂർ ജനങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നും പറയുന്നു, ഇതൊരു അനാവശ്യമായ ഒരു ഇലക്ഷൻ ആയിരുന്നു. പക്ഷേ LDFും UDFും അവർ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ്സിനെ കണ്ടപ്പോൾ ഞങ്ങൾ NDA ഇതൊരു ചാലഞ്ചായിട്ട് കാണുന്നു. ഇവിടെ ജനങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, ഇതുവരെ 60-65 കൊല്ലം നടന്ന LDFിൻ്റെയും UDFിൻ്റെയും ഒരു വികസന വിരുദ്ധ അഴിമതിൻ്റെ ഒരു രാഷ്ട്രീയം, ഒരു പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം, ഒരു പവർ പോളിറ്റിക്സ്, ഒരു അവസരവാദ രാഷ്ട്രീയം, അതൊരു ചോയ്സാണ്. അതിലൊരു മാറ്റമില്ല. അവരെ കാൻഡിഡേറ്റ് നോക്കിയാലും അവരെ കാര്യം കണ്ടാലും ഒരു മാറ്റമില്ല. മറ്റൊരു ചോയ്സ് BJP NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം, വികസിത നിലമ്പൂർ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നരേന്ദ്രമോദിജി 15 കൊല്ലം ഇന്ത്യനെ കൊണ്ടുവന്ന മാറ്റവും ഇവിടെ വന്ന വികസനവും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ശക്തമായിട്ട് ജനങ്ങളോട് പറയും. 2 ചോയ്സാണ്. ഒന്ന്, പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രീയം. മറ്റേത് BJP NDAൻ്റെ ഭാവി, ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം. ഇതാണ് ചോയ്സ്. ജനങ്ങൾ തീരുമാനിക്കും. മോഹൻ ജോർജ് സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ്, നിലമ്പൂരിൻ്റെ ഒരു മകനുമാണ്, ഒരു ലീഡറുമാണ്. ഈ വികസന സന്ദേശം, ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം 100% വിശ്വസിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ആയ ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കും. ഈ മെസ്സേജ് മുമ്പോട്ട് വയ്ക്കും, ജനങ്ങൾ തീരുമാനിക്കും. അതായത് ഇതൊരു പാർട്ടിയിൽ നിന്നല്ലാത്ത ഒരാളെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് BDJS പോലെ ഒരു പ്രസ്ഥാനം തൊട്ടപ്പുറത്തുണ്ട്, വളരെ ശക്തമാണ് മണ്ഡലത്തിൽ. അവരുടെ പോലും സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ BJP പുറത്തു നിന്നൊരാളെ. ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ NDA ഇത് ഒറ്റക്കെട്ടായിട്ടാണ് ഇത് തീരുമാനിച്ചത്. ഞങ്ങൾ ഇത് 4-5 ദിവസം മുമ്പേ എന്താണ് LDF ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് വരാൻ പോകുന്നുണ്ടോ, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് ഞങ്ങൾ തീരുമാനിക്കണം. ഞാൻ അന്ന് പറഞ്ഞു ഇതൊരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ. അപ്പോൾ അവരിങ്ങനെ ഒരു പഴയ ഒരു എന്താ പറയുക, ആ പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചാലഞ്ചായിട്ട് കാണുന്നു. ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ മുമ്പോട്ട് വയ്ക്കുന്നു, വികസനത്തിൽ വിശ്വസിക്കുന്ന ഒരു കാൻഡിഡേറ്റ് മുമ്പോട്ട് വയ്ക്കുന്നു. നോക്കൂ, BJPയിൽ ഇന്നല്ല ഇന്നലെയല്ല നാളെയും എത്രയോ ജനങ്ങൾ മറ്റേ പാർട്ടിയിൽ നിന്ന് ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരും. അവരെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും. നമുക്ക് വേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം മാത്രമല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും നാടിനെ നന്നാക്കാനും നമ്മുടെ നാടിനൊരു വികസിത കേരളം ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മുടെ പാർട്ടിയിൽ സ്വാഗതം ഞങ്ങൾ ചെയ്യും. ആദ്യഘട്ടത്തിൽ മത്സരിക്കേണ്ട എന്നൊരു മൂടായിരുന്നു നിലമ്പൂർ. അല്ല, അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതൊരു അനാവശ്യമായൊരു ഇലക്ഷനാണ്. ഈ 40-50 കോടിയെല്ലാം ചെലവ് ചെയ്തിട്ട് ആ കാശ് സേവ് ചെയ്താൽ ഇവിടെ ഹോസ്പിറ്റലിൽ, ഇവിടെ ഇല്ലാത്ത സ്റ്റേഡിയം, ഇവിടെ
എത്രയോ ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ കാശ് എത്രയോ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാശല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് ആദ്യം പറഞ്ഞു ഇതൊരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ആ ഒരു പഴയ രാഷ്ട്രീയം തെറിയും വിമർശവും ഒന്നും ഒരു വികസനത്തിൻ്റെ ഒരു വാക്ക് പറയാണ്ട് രണ്ട് പാർട്ടി 3 കാൻഡിഡേറ്റ് പുറത്ത് വരുമ്പോൾ ഇവിടെ ഈ വികസിത കേരളം, ഈ വികസന സന്ദേശം ഞങ്ങൾ മുമ്പോട്ട് വെക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് NDA തീരുമാനിച്ചു. എന്നിട്ടാണ് മോഹൻ ജോർജിനെ ഞങ്ങൾ കാൻഡിഡേറ്റ് ആക്കിയത്.